ഇൻവിറ്റേഷൻ ലാസ്റ്റ് ഇയർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സ്നേഹം മാത്രമാണ് തന്നത്. ഇപ്രാവശ്യം ഒരു സർപ്രൈസ് അവാർഡ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഐഡിയ മാത്രമേ ഉള്ളൂ. സോ ആദ്യമായിട്ട് പറയാന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് നമ്മൾ വായിക്കുന്നത് ജങ്ക് ആണ് അല്ലേ. എൻ്റർടൈൻമെൻറ്റ് ആണ് ഒരു മേ ബി 80% ആൾക്കാരും ഇൻട്രസ്റ്റഡ്. അവിടെ ഒരു ബിസിനസ് മാഗസീൻ ആ ഒരു സെഗ്മെൻറ്റിൽ ബിസിനസ് മാഗസീൻ ഒരു മാർക്ക് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അറ്റ് ഓൾ. അപ്പം വി ഷുഡ് ഗിവ് അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ, ദിനേശ് അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഈ ഒരു ഇതൊന്നും എനർജി ഒന്നും പോരാ, നമുക്ക് അത്രത്തോളം എഫേർട്ടാണ്, റിസ്ക് ആണ് അവരെടുത്തിട്ട് ഇങ്ങനെ ഒരു മാഗസീൻ തുടങ്ങാനും. അതിൻ്റെ എഡിറ്റർക്ക് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ബിക്കോസ് ദേ ഹവ് ടേൺഡ് 1 year നൗ. ഒരു വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇയറിലും ഈ വർഷവും ഭാഗമാവാൻ പറ്റി എന്നുള്ളതിന് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ ദിനേശ് അങ്കിൾ പറഞ്ഞു, ഞാൻ പറയാനിരുന്ന കാര്യങ്ങളെല്ലാം അങ്കിൾ ഇവിടെ പറഞ്ഞു. ഞാനിനി എന്ത് പറയും? എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് എനിക്ക് പറയാനുള്ള സ്റ്റോറി എല്ലാം ഞാൻ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എന്താണ് പറയേണ്ടത്? ബിക്കോസ് ഒരുവിധം എല്ലാവർക്കും എൻ്റെ സ്റ്റോറി അറിയാം, ജേർണി അറിയാം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷേ എനിക്കൊന്ന് ഈ വർഷം ഞാൻ നിൽക്കുമ്പം യു കുഡ് സീ, അല്ലെങ്കിൽ ഐ കുഡ് ഫീൽ ദറ്റ് ഐ ഹവ് കുറച്ചും കൂടെ രീതിയിൽ ഗ്രോത്ത് എന്നുള്ളൊരു കാര്യം. അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ എത്രത്തോളം വളർന്നു എന്നുള്ള കാര്യം, നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരെ എത്രത്തോളം നമ്മൾ വളർത്തി എന്നുള്ളൊരു കാര്യം, അതിലാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. സോ ഐ എം റിയലി പ്രൗഡ് ടു ബി എൻ ഓൺട്രപ്രനർ, അല്ല സോഷ്യൽ ഓൺട്രപ്രനർ ഐ വുഡ് സേ. സോ യു ഷുഡ് ചേഞ്ച് ഹിയർ വെൻ ഐ സോ ഓൺട്രപ്രനർ ആൻഡ് ബിഗ് ബോസ് സ്റ്റാർ എന്ന് പറഞ്ഞപ്പോൾ ഓൺട്രപ്രനർ അല്ല, ഓൺട്രപ്രനർ എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം കഷ്ടപ്പാടാണ് നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്. പക്ഷെ ആസ് എ സോഷ്യൽ ഓൺട്രപ്രനർ ഇവൻ ഇറ്റ്സ് 2 or thrice അത്രത്തോളം നമുക്ക് ചാലഞ്ചസ് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ബിക്കോസ് വി ഓൾവേസ് എന്താ പറയുക, ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ ഒരുപാട് പേരുടെ ബെനിഫിഷ്യറീസ് ആയിട്ടാണ് നമ്മുടെ കൂടെ നിർത്തി, നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും കൂടി നമ്മൾ വളർത്താൻ നോക്കുന്നത്. സോ അങ്ങനെ ഒരു പ്രൗഡ് സോഷ്യൽ ഓൺട്രപ്രനറായിട്ട് വളരാൻ എനിക്ക് കഴിഞ്ഞു. ഒത്തിരി പേരെ ഞാൻ പറയുന്ന പോലെ എന്താ പറയണേ, ഇപ്പോൾ ബിഗ് ബോസിൽ പോയപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വൈ ഐ വെന്റ് ടു ബിഗ് ബോസ് ഇസ് മൈ വോയിസ് ഷുഡ് ബി ഹേർഡ് എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, നമ്മൾ ഓക്കെ ഡെഫിനറ്റ്ലി നമ്മൾ ജീവിക്കുക, അതിൻ്റെ കൂടെ എൻ്റെ വോയിസ് കൊണ്ട് ഒരുപാട് പേരിലൊരു മാറ്റം ഉണ്ടാകുക, എനിക്ക് മാറണം, അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുക, ഒരു ചേഞ്ച് മേക്കറായിട്ട് മാറുക എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ തന്നെ യു ക്യാൻ ബി ഇൻഡിപെൻഡൻറ്റ് അറ്റ് ദ സെയിം ടൈം മേക്ക് അതേഴ്സ് ഇൻഡിപെൻഡൻറ്റ്. അത് തന്നെയല്ലേ വേണ്ടത്. ഇന്ന് ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഗ്രോത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും എന്ന് പറയുക. അപ്പോൾ അതിനൊരു വലിയ കയ്യടി തന്നെ. So proud, and when I say this thing, literally I'm getting goosebumps because we all are part of that journey, that growth.